അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അവിടുത്തെ നിസ്സീമമായ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവിടുത്തെ നിത്യമായ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും നയിക്കണമേ. പുത്രനായ യേശുവേ, കൃപയുടെ കരയിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താൽ ഞങ്ങളെ സജീവമാകണമേ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. നന്നായിട്ട് സ്വരമുയർത്തി കരമുയർത്തി ഈ മൂന്ന് പദം ഒന്ന് പറഞ്ഞേ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. കൈകളെ താഴ്ത്തിയിടുക. ശ്രദ്ധിക്കുക, ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവത്തിൽ നാം മൂന്ന് ആളത്തങ്ങളെ കാണുകയാണ്. ആരൊക്കെയാണ് ഈ ദൈവത്തിൽ മൂന്ന് ആളത്തങ്ങൾ? ദൈവത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവ് എന്നും പിതാവാണ്. പിതാവ് ഇടയ്ക്ക് പുത്രനാകാറില്ല. പുത്രൻ എന്നും പുത്രനാണ്. നിത്യനായ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. നിത്യനായ പുത്രൻ ഒരിക്കലും പിതാവോ പരിശുദ്ധാത്മാവോ ആകുന്നില്ല. പരിശുദ്ധാത്മാവ് നിത്യനായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് പിതാവാകാൻ കഴിയുകയില്ല, പിതാവാകേണ്ട ആവശ്യമില്ല. മൂന്നാളത്തങ്ങൾ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ്. വേർപെടുത്താനാവാത്ത വിധം മൂന്ന് ആളത്തങ്ങൾ ഒന്നു ചേർന്നിരിക്കുകയാണ്. ആരൊക്കെയാണ് മൂന്നാളത്തങ്ങൾ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ക്രൈസ്തവ ദൈവസങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഇതര ദൈവസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ്. എങ്ങനെയാണ് ക്രൈസ്തവ ദൈവസങ്കല്പം ഇതര ദൈവസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? നാം ആരാധിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെയാണ്. പറഞ്ഞേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമത്തിൽ, കുർബാനക്രമത്തിലെല്ലാം ഈ ത്രിയേക ദൈവസ്തുതി നടത്തുന്നത്. ഒരു സ്ഥലത്ത് പോലും പിതാവിനെ ഒറ്റയ്ക്ക് ആരാധിക്കുന്നില്ല, പുത്രനെ ഒറ്റയ്ക്ക് ആരാധിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ ഒറ്റയ്ക്ക് ആരാധിക്കുന്നില്ല. എല്ലായ്പ്പോഴും പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കണ്ടോ, അത് 4 പ്രാവശ്യമില്ല, 2 പ്രാവശ്യമില്ല, 3 പ്രാവശ്യമാണ്. പിതാവേ അങ്ങ് പരിശുദ്ധൻ, പുത്രനെ അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധ റൂഹായെ അവിടുന്ന് പരിശുദ്ധൻ. അപ്പോൾ ആ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്? പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവത്തെ മുഴുവനായി വിളിക്കും. എങ്ങനെയാണ് വിളിക്കുന്നത്? ത്രിയേക ദൈവത്തിന് ആരാധന. താതനും അതുപോലാത്മജനും. കണ്ടോ, താതൻ, ആത്മജൻ, പിന്നെ ആരാ? റൂഹായ്ക്കും സ്തുതി എന്നേക്കും. കണ്ടോ, റൂഹ. ആരാണ് റൂഹ കാദീശോ? പരിശുദ്ധാത്മാവ്. താതനുണ്ട്, ആത്മജൻ, പുത്രനുണ്ട്, റൂഹ കാദീശോ, പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഈ ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ റെവറൻസോടുകൂടി, അല്ലെ, ആ ബഹുമാനത്തോടുകൂടി നമ്മൾ ആരാധിക്കുന്നത്. എങ്ങനെയാ സ്തുതിക്കുന്നത്? പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, പരിശുദ്ധാത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന്. എഴുന്നേറ്റ് നിന്ന് 2 കൈകളെയും ശക്തമായി അടിച്ചുകൊണ്ട്, ചേർത്തടിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നന്നായിട്ട് കൈയടിച്ച് ശക്തിയോടെ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിത്വത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. Father God, we Worship you, Son Jesus, we worship you, Holy Spirit God, we worship you, worshiping the Holy Trinity. Father God, we Worship you, Son Jesus, we worship you, Holy Spirit God, we worship you,
ஆராதனை தந்தையே இறைவே ஆராதிப்பேன் இயேசுவே இறைவே ஆராதிப்பேன் ஆவியே இறைவே ஆராதிப்பேன் மூவர இறைவே ஆராதிப்பேன் தந்தையே இறைவே ஆராதிப்பேன் இயேசுவே இறைவே ஆராதிப்பேன் மூவர இறைவே ஆராதிப்பேன் ஏகதேவரே ஆராதிப்பேன் பிதனே நாதனுக்கும் ஆராதனை യേശുവിന് ആരാധന ആനാൾ ദൈവത്തിന് ആരാധന പ്രിയ ദൈവത്തിന് ആരാധന സ്തുതിച്ചോ ഹല്ലേലൂയ 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 നന്നായിട്ട് കയ്യർത്തി പിടിച്ചു സ്തുതിച്ചോ ഹല്ലേലൂയ 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 സർവ്വയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ കൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. The initial days of our marriage, we will think we will be able to give birth to the children. And you have failed the first year and second year and third year, you will go for different treatments. Finally, what will be the situation if you are hearing she is not able to conceive? That is what exactly happened here. After the 7 years of marriage life, they had ended up in 2 miscarriages. Totally hopeless. Came to Divine Retreat Center, Chalakudi. While Thursday service was going on, with all their heart, they prayed for a child. After 7 years of infertility and 2 miscarriages. Usually people will be getting prayed after the service. Those who wanted to get prayed, they came with great hope. You know what God did? God honored their faith. This prophecy God has given them. You are going to give birth to a Sarah. Hallelujah. All the negativity that was hitting them again and again, finally the prophecy fulfilled. After 7 years of infertility and 2 miscarriages, the promised Sarah came out. Hallelujah. Hallelujah. We are going to bless Sarah in the beginning of the service. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മൾ ചിന്തിക്കും ഒരു കുഞ്ഞുണ്ടാകുമായിരിക്കും. എന്നാൽ 2-3 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ പരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും ഒക്കെ വിധേയമാകുന്നത്. ഈ നവദമ്പതികൾക്കും അങ്ങനെ തന്നെയായിരുന്നു. അവരെ വിവാഹ ജീവിതത്തിൻ്റെ 7 വർഷങ്ങൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് 2 പ്രാവശ്യം മിസ്കാരേജ് ആയിരുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ആ ഗർഭാശയത്തിന് കുഞ്ഞിനെ സ്വീകരിക്കാൻ ശക്തിയില്ലെന്ന് മെഡിക്കൽ സയൻസ് ഉറപ്പിച്ച സമയത്താണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാം, വ്യാഴാഴ്ചകൾ ചില ആഴ്ചകൾ മുടങ്ങാതെ ഒന്ന് പോകാം എന്ന തീരുമാനത്തിൽ ആ ഭർത്താവ് എത്തിച്ചേരുന്നു. അയാൾ നിർബന്ധിച്ച് ഭാര്യയുമായി വരികയാണ്. ഒരു വ്യാഴാഴ്ച ഈ തൂണിൻ്റെ ചോട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആലോചന ലഭിക്കുകയാണ്. എൻ്റെ ഭാര്യ ഗർഭിണിയായി സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോകുകയാണ്. അവൾ വെള്ള ഉടുപ്പ് ധരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്.
ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായി. ദൈവം 7 വർഷത്തിന് ശേഷം മെഡിക്കൽ സയൻസ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, ഇനി നിങ്ങൾക്കിത് സാധ്യമല്ലെന്ന് പറഞ്ഞെടുത്ത് സാറ എന്ന കുഞ്ഞിനെ അയച്ച ആ കുടുംബത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശ്വസ്തത. ഹല്ലേലൂയ. Let us give thanks to the Lord by seeing Sarah. Where is Sarah? Come. Thank you, Jesus. ഹല്ലേലൂയ. ഇതാണ് വെള്ളയുടുപ്പിട്ട് വരുമെന്ന് പറഞ്ഞ സാറ. ഹല്ലേലൂയ. ഇത് സൈറ അല്ലേ? എങ്ങനെയാണ് സ്പെല്ല് ചെയ്യുന്നത്? സേറയാണ് സ്പെല്ലിംഗ് അടക്കം ബ്രദർ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, SEIRA, ഷേറ. അതുപോലെ ഞാൻ സർവശക്തനായ ദൈവത്തിന് മഹത്വം. 7 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിനിടയിൽ 3 മിസ്കാരേജുകളാണ് സംഭവിച്ചത്. ബ്രദർ 2 കുറച്ചതാണ്. 3 മിസ്കാരേജുകൾ സംഭവിച്ചു. It's my mistake. It's 3 miscarriages, not 2. Hallelujah. നമുക്കെല്ലാവർക്കും കൈ നീട്ടി കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇതാ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് സേറയെ അയച്ചല്ലോ, കരുണ അയച്ചല്ലോ, പരിശുദ്ധാത്മാവിനെ അയച്ചല്ലോ. ഈ കുഞ്ഞ് വെള്ള ഉടുപ്പിട്ട് ഇവിടെ വരുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ സംഭവിച്ച് ഈ അമ്മയ്ക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തല്ലോ. എല്ലാ മെഡിക്കൽ സയൻസിൻ്റെ വിധികൾക്കും അപ്പുറത്ത് ലോർഡ് ജീസസ് അങ്ങ് ജീവിക്കുന്നു എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ലോർഡ്, വി താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ചൈൽഡ് Sarah. After the 3 miscarriages and when every hope turned into hopeless, it is your word that fulfilled that Sarah will be wearing white cloth and she will be entering into the altar, before the altar. It is your promise you are fulfilling here. We thank you and we praise you for all that you are doing. കർത്താവേ, അങ്ങ് ചെയ്യുന്ന എല്ലാ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ കൂടെ എല്ലാവരും കൈ നീട്ടി വരുന്നു. Let us lift your both hands and bless this wonderful couple in the name of Jesus. Amen. Be faithful. കർത്താവിനോട് വിശ്വസ്തനായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് ബ്രദറിൻ്റെ കൈവയ്പിലൂടെ വാഗ്ദാനം പറഞ്ഞു. ആ വാഗ്ദാനം ജനുവരി 18, 2025 നിറവേറി. ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു, വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു. ആ വാഗ്ദാനം കർത്താവ് തമ്പുരാൻ നിറവേറിയെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. Thank you, Jesus. കരമുയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് എഴുന്നേറ്റ് ഒന്ന്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനമാണ് കേൾക്കാൻ പോകുന്നത്. ഇരിക്കാം, സ്വസ്ഥാനങ്ങളിരിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. ടുഡേസ് മെഡിറ്റേഷൻ ഈസ് ഫ്രം Hebrews chapter 4 verse 14. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. ദയവായിട്ട് പെട്ടെന്ന് ഈ വചനം ശ്രദ്ധിക്കുക. ഇത് വലിയ അഭിഷേകത്തിൻ്റെ വചനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്കിന് ഇത് കാരണമായി തീരട്ടെ. ഈശോയെ എന്ന് വിളിച്ചേ, ഒച്ചത്തിലൊന്ന് വിളിച്ചേ, ഈശോയെ. എബ്രായർ 4:14. Hebrews chapter 4 verse 14. Hebrews chapter 4 verses 14. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വചനം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ
ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛാ, കൊച്ചിനെ കണ്ടായിരുന്നോ? 3 മിസ്കാരേജിന് ശേഷം വ്യാഴാഴ്ച അച്ഛൻ പ്രാർത്ഥിച്ച അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചായിരുന്നോ? കൊച്ചുമായിട്ട് ബ്ലെസ് ചെയ്തായിരുന്നോ? ഓക്കെ, താങ്ക് യു. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് ഈ വചനം ഒന്ന് കരമുയർത്തി പിടിച്ചോട് പറയാം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ പ്രധാന പുരോഹിതൻ. ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. അപ്പൊ എന്താണ് ഈ വചനം പറയുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഈ വചനം പറയുന്നത്. ഈശോയെ പല വിശേഷണങ്ങൾ കൊണ്ട് എബ്രായ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വിശേഷണം വിശേഷമായൊരു വിശേഷണമാണ്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ പ്രധാന പുരോഹിതൻ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയാം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ ആരാണ്? സ്വർഗത്തിലേക്ക് നമുക്ക് വേണ്ടി കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. ആ കാര്യത്തിൽ എല്ലാവരും ഒന്ന് തീർപ്പ് വരുത്തിക്കും. ഒച്ചത്തിലൊന്ന് പറഞ്ഞ്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. ഹല്ലേലൂയ. അപ്പൊ ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങളത് വായിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാൻ വരുന്നത്, വി ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു പാസ്ഡ് ത്രൂ ഹെവൻസ്. കടന്നുപോയാന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുക പാസ്ഡ് ത്രൂ ഹെവൻസ്. സ്വർഗങ്ങളിലൂടെ കടന്നുപോയ പാസ്ഡാണ്. ഈശോയുടെ സ്വർഗാരോഹണത്തെ അല്ല ഈ വചനം പറയുന്നത്. നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി, അല്ലേ? ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ അസെൻഷൻ ഓഫ് ക്രൈസ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പാസിംഗ് ഓഫ് ജീസസ് ദ ഹൈ പ്രീസ്റ്റ് ത്രൂ ദ ഹെവൻസ്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു, പ്രധാന പുരോഹിതൻ. ഒന്നുകൂടി ആ വചനം വായിക്കാം. ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എനിക്ക് സ്വർഗത്തിലേക്ക് കടന്നുപോയ ഇത്രയും എനിക്ക് വലിയ ഹോളിൽ നിന്ന് നിറഞ്ഞിരിക്കുക ആൾക്കാർ. ഇത്രയും പേര് ഒച്ചത്തിൽ പറഞ്ഞ ഈ ശബ്ദം ഒന്നും പോരാ. സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ. അപ്പൊ ഓരോ മക്കളും ഇത് അധരം തുറന്ന് പറയുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. എനിക്കൊരു ശ്രേഷ്ഠ പ്രധാന പുരോഹിതനുണ്ട്. പറഞ്ഞു, എനിക്കൊരു ശ്രേഷ്ഠ പ്രധാന പുരോഹിതനുണ്ട്. ഹല്ലേലൂയ. പനക്കിലച്ചനടക്കം ഇവിടെയുള്ള മുഴുവൻ പുരോഹിതന്മാരും പുരോഹിതനാകുന്നതിന്റെ കാരണം ഇതാണ്. പ്രധാന പുരോഹിതൻ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. പ്രധാന പുരോഹിതൻ ഇല്ലെങ്കിൽ ഇവിടെ പൗരോഹിത്യമില്ല. ഹല്ലേലൂയ. ഹെഡ് നേഴ്സ് ഉണ്ടെങ്കിൽ, അല്ല, ഹെഡ് നേഴ്സ്, ഞാൻ ഒരു നേഴ്സ് എന്ന് പറയാം, ഞാൻ ഹെഡ് നേഴ്സാണ്. അതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ കീഴിൽ നേഴ്സുമാരുണ്ടെന്നാണ്, അല്ലേ? ഒരു പോലീസ് ഓഫീസർ എന്ന് പറയും, ഞാനിവിടുത്തെ IG ആണ് കേട്ടോ, ഞാനിവിടുത്തെ DGP ആന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് എവിടോ ഇരുന്ന് വാഴുന്നു എന്നാണോ? അല്ല, അയാളുടെ കീഴിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ടല്ലേ? താഴെ തസ്തിക കിടക്കുന്ന സാധാരണ നമ്മുടെ KP കേരള പോലീസുകാരൻ മുതൽ അങ്ങോട്ട് കിടക്കുകയാണല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രേഷ്ഠ പുരോഹിതൻ നമുക്കുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? ആ ശ്രേഷ്ഠ പുരോഹിതന്റെ കീഴിൽ ആരുണ്ട്? ഹൈ പ്രീസ്റ്റിന്റെ കീഴിൽ പ്രീസ്റ്റ് ഉണ്ട്, പുരോഹിതനുണ്ട്. ഹല്ലേലൂയ. അവിടെയാണ് പുതിയ നിയമ പൗരോഹിത്യത്തെ നാം തിരിച്ചറിയുന്നത്. പുതിയ നിയമ പൗരോഹിത്യം ലേവി പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല. പഴയ നിയമത്തിൽ 2 പൗരോഹിത്യങ്ങളുണ്ട്. ഒന്ന് മൽക്കിസദേക്കിന്റെ പൗരോഹിത്യമാണ്, രണ്ടാമത്തെ പൗരോഹിത്യമാണ് ലേവിയുടെ പൗരോഹിത്യം. There are 3 priesthood in the Old Testament. One is the order of Melchizedek, other one is the order of Levi. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൽ ആടിനെ കൊല്ലലോ, മാടിനെ കൊല്ലലോ, രക്തം ചൊരിച്ചലോ, വെട്ടിക്കീറലോ, ആടിൻ്റെയും മാടിൻ്റെയും ശരീരം ദഹിപ്പിക്കലോ ഒന്നുമില്ല.
അബ്രഹാമിൻ്റെ കാലത്താണ് മൽക്കിസദേക്ക് എന്ന് പറയുന്ന പുരോഹിതൻ ജീവിച്ചിരുന്നത്. ആ പുരോഹിതൻ അർപ്പിച്ച ബലി അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ബലിയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തെ നമ്മളിത് വായിക്കുന്നത്. ഷാലോം രാജാവായ മൽക്കിസദേക്ക് അബ്രഹാമിനെ അപ്പവും വീഞ്ഞുമായി എതിരേറ്റു. അപ്പൊ യേശുക്രിസ്തു തൻ്റെ പൗരോഹിത്യം എന്ന് ആവശ്യപ്പെടുന്നത് ലേവി പൗരോഹിത്യമായിരുന്നെങ്കിൽ ഇന്ന് സഭയിലുള്ള നമ്മളും ആടിനെയും എല്ലാം അറുത്ത് നിങ്ങൾ ഡിവൈന് പ്രാർത്ഥനയ്ക്ക് വരുമ്പം ഒരു ടെമ്പോയിലേ വരാൻ പറ്റുള്ളൂ. ഒരു ടെമ്പോയിൽ കുറഞ്ഞൊരു വണ്ടിയിൽ ലോറി പിടിച്ചേ വരാൻ പറ്റുള്ളൂ. കാരണം ഈ ആടിനെയും എല്ലാം കൊണ്ടുവരണ്ടേ. ഇവിടുത്തെ തൂണയിൽ ആടിനെ കെട്ടണമായിരുന്നു, തടിപ്പിച്ച ഒരു കാളക്കുട്ടിയെ കെട്ടണമായിരുന്നു. എന്നാൽ ഇന്ന് ആരെങ്കിലും ആടും മാടുമായിട്ട് വന്നിട്ടുണ്ടോ? ഉള്ളതിനെല്ലാം വീട്ടിൽ കെട്ടിയിട്ടിട്ടല്ലേ വന്നേക്കുന്നത്? അഴിച്ചു വിട്ടിട്ടാണ് വന്നേക്കുന്നത്. അഴിച്ചു വിട്ടിട്ടാണ് വീട്ടിൽ കെട്ടിയിട്ടില്ല വന്നേ. എന്താ കാര്യം? ഈശോ ഓൺ ചെയ്തത്, ഈശോ പറഞ്ഞത് ലേവി പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയല്ല. പിന്നെ എവിടുന്നാ ഈശോ പൗരോഹിത്യത്തെ സ്വീകരിക്കുന്നേ? മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. ആ മൽക്കിസദേക്ക് ആകട്ടെ അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ബലി അർപ്പിച്ച പുരോഹിതനാണ്. ഹല്ലേലൂയ. അപ്പൊ ആ ഓർഡറിൽ ഈശോ ആരാണ്? ഈശോ ഒരു ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ് എന്നുള്ളത് നമുക്ക് ആ വചനം വായിക്കാം. ഡോക്ടർ വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ വചനം കേട്ടോ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. ഇത് ഈശോയുടെ സ്വർഗാരോഹണത്തെ പറ്റി പറയുന്ന വചനമല്ല. എപ്പോൾ ഈശോ സകലവും നിവൃത്തിയായി എന്ന് കുരിശിൽ പറഞ്ഞോ ആ സമയത്ത് 3 ലോകങ്ങളിൽ അവിടുത്തെ പ്രവൃത്തിയെ പൂർത്തീകരിക്കുകയായിരുന്നു. ഏതൊക്കെയാണ് 3 ലോകം? 1 സ്വർഗലോകമാണ്, 2 ഭൂമി എന്ന് പറയുന്ന നാം ജീവിക്കുന്ന ലോകമാണ്, 3 അധമപാതാളം എന്ന് വിളിക്കുന്ന പാതാള ലോകമാണ്, ഈ അദൃശ്യ ലോകമാണ്. ഈ 3 ലോകത്തിലേക്കും അവിടുന്ന് പ്രവൃത്തി പൂർത്തിയാക്കി കടന്ന് ചെല്ലുകയാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അല്ലെങ്കിൽ സകലവും പൂർത്തിയായി, ടെറ്റലസ്റ്റായി എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് എങ്ങോട്ടാണ് യേശു കുരിശിൽ മരിച്ച് പ്രവൃത്തി പൂർത്തിയാക്കിയപ്പോൾ കടന്നുപോയത്? സ്വർഗങ്ങളിലേക്കാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഈശോയുടെ സ്വർഗാരോഹണം നമ്മൾ കാണുന്നത്. ഈശോയുടെ സ്വർഗാരോഹണം എല്ലാവരും കാണുകെ അവരുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത് ആരും കാണാത്ത സമയത്ത് സകലവും പൂർത്തിയായി എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവിടുന്ന് ആത്മാവിൽ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. എങ്ങനെ? ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. എന്തിനാണ്? സ്വർഗത്തിലെ ബലിപീഠത്തിൽ അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ബലി അവിടുന്ന് അർപ്പിച്ചു. അവിടുത്തെ അപ്പമായി മാറിയത് ഈശോയുടെ ശരീരമായിരുന്നു, അവിടുത്തെ വീഞ്ഞായി മാറിയത് ഈശോയുടെ രക്തമായിരുന്നു. ആ ബലിയാണ് ഇന്ന് ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലി. കൈയടിച്ച ഈശോയ്ക്ക് ആരാധന കൊടുക്കും. അതുകൊണ്ടാണ് ആ ബലി ഈശോ അന്ന് അവിടെ അർപ്പിക്കണമെങ്കിൽ ഈശോ ആരായിരിക്കണം? ഈശോ ശ്രേഷ്ഠം പുരോഹിതനായിരിക്കണം. സ്വർഗത്തിൽ ഒരു ദേവാലയമുണ്ട്. ആ സ്വർഗത്തിൽ ദേവാലയത്തിൽ ബലിപീഠമുണ്ട്. ആ ബലിപീഠത്തിൽ ബലിയർപ്പണമുണ്ട്. പക്ഷേ ആ ബലിപീഠവും ബലിയർപ്പണവും നാം ഇവിടെ കാണുന്നത് പോലെ അല്ല. ആ ബലിപീഠം ഈശോയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അവിടെ അർപ്പിക്കപ്പെട്ടത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ്. ഇവിടെ അർപ്പിക്കപ്പെടുന്നതും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ്. ഈശോ ഒരിക്കലായി അർപ്പിച്ച ആ തിരുരക്തവും തിരുശരീരവുമാണ് ഇവിടെ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന ഈശോയുടെ ശരീരവും രക്തവും. അതുകൊണ്ടാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ, ഹൃദയ വികാരങ്ങൾ എങ്ങോട്ട് ഉയരണം? ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറയും. ലത്തീൻ ക്രമത്തിൽ ഹൃദയങ്ങളെ ഉയർത്തുവീൻ, കണ്ടോ? ഹൃദയങ്ങളെ ഉയർത്തുവീൻ, കർത്താവിലേക്ക് ഹൃദയങ്ങളെ ഉയർത്തുന്നു. സിറോ മലബാർ ക്രമത്തിലാണ് അത് അല്ലേ? ഉയരങ്ങളിലേക്ക് ഉയരുകയാണ്. എന്താണ് ഉയരുന്നത്? നമ്മുടെ ഹൃദയങ്ങൾ ഉയരുകയാണ്. ഏതുമായിട്ട് ബന്ധപ്പെടുകയാണ്? സ്വർഗത്തിൽ ഒരിക്കലായി തന്നെ അർപ്പിച്ച ദൈവകുമാരൻ്റെ വിശുദ്ധ ശരീരവും വിശുദ്ധ രക്തവുമായിട്ട് ഇവിടുത്തെ എന്ത് ചെയ്യുകയാണ്? അപ്പവീഞ്ഞുകൾ യുണൈറ്റ് ചെയ്യുകയാണ്, ഒന്നായി മാറുകയാണ്. ഹല്ലേലൂയ.
സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവൃത്തിക്ക് വേണ്ടി എവിടെ കടന്നു പോകണം? ഈശോയ്ക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകണം. കാരണം സ്വർഗത്തിൽ രക്ഷ പൂർത്തിയാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്നുള്ള ഉറപ്പ് കിട്ടണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മുമ്പേ ഒരാൾ പോയി അവിടെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കണം. ഇതാണ് ഈശോ പറഞ്ഞത്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ വന്ന് വീണ്ടും ചേർത്ത് കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. We have a high priest who passed through to the heavens. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് അവൻ സ്വർഗങ്ങളിലേക്ക് കടന്നു പോയത്? അവിടുന്ന് രക്ഷയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുകയായിരുന്നു. ഒന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ് രക്ഷയുടെ പ്രവൃത്തി. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രവൃത്തി അവിടുന്ന് പൂർത്തീകരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വചനം പറയുന്നു, ഒന്നുകൂടെ വായിച്ചു 14. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ 15-ാമത്തെ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഈ പുരോഹിതൻ എന്തിനാണ് അവിടെ പോയത്? എന്താണ് ഈ പുരോഹിതൻ മൂലം നമുക്കുള്ള ഗുണം? ആരാണ് ഈ പുരോഹിതൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എവിടെ പോയി? സ്വർഗത്തിൽ പോയി. ആർക്ക് വേണ്ടി പോയി? നമുക്ക് വേണ്ടി പോയി. എപ്പോൾ പോയി? കുരിശിൽ പ്രവൃത്തി പൂർത്തിയാക്കിയ ശേഷം പോയി. എന്തിനു പോയി? അതാ ഇപ്പോൾ വായിക്കുന്നത് 15-ാമത്തെ വചനം. എല്ലാവരും ചേർന്ന് കേട്ടോ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത. ഒന്നുകൂടെ കേട്ടോ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ബലഹീനതയിൽ നമുക്കൊപ്പം സഹതപിക്കാൻ കഴിയുന്ന ഒരു പ്രധാന we have got a high priest who passed through the heavens, who is able to sympathize in all our weakness. നമ്മുടെ ബലഹീനതകളിൽ ഒന്നുകൂടെ വായിച്ചോ വചനം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല. ഒരാളുടെ കയ്യെ പിടിച്ച് പറഞ്ഞ് നമ്മളൊക്കെ ബലഹീനതകളുള്ള മനുഷ്യരാണ്. ഒരാളുടെ കയ്യെ പിടിച്ച് പറഞ്ഞ് നമ്മളൊക്കെ ബലഹീനതകളുള്ള ഒരാളുടെ കയ്യെ പിടിച്ച് പറഞ്ഞ് നമ്മളൊക്കെ ബലഹീനതകളുള്ള മനുഷ്യരാണ്. ഒന്നുകൂടെ പറഞ്ഞ് പുറകിലിരിക്കുന്നവരും പറഞ്ഞ് നമ്മളൊക്കെ ബലഹീനതകളുള്ള മനുഷ്യരാണ്. നമ്മളിടയ്ക്ക് വീഴും, ഇടയ്ക്ക് എഴുന്നേക്കും, ഇടയ്ക്ക് വീഴുന്നതിന് ഇടയ്ക്ക് പിന്നെയും വീഴും, വീഴ്ചയെന്ന് പിന്നെയും വീഴും, ഇടയ്ക്ക് പിന്നെയും വീഴും, ഇടയ്ക്ക് കള്ളം പറയും, ഇടയ്ക്ക് സത്യം പറയും. ഇതൊക്കെ നമ്മുടെ സ്വഭാവമാണ്. നമുക്കൊക്കെ ബലഹീനതകളുണ്ട്. കുറ്റം പറയുന്നവരാണ്, കുറവ് ചെയ്യുന്നവരാണ്, തെറ്റ് കാണുന്നവരാണ്, കള്ളം പറയുന്നവരാണ്, അല്ലേ? ചിന്തയിൽ പാപം ചെയ്യുന്നവരാണ്, വാക്കിൽ പ്രവൃത്തിയിൽ നിരൂപണങ്ങളിൽ തെറ്റുകൾ വരുത്തുന്നവരാണ്. ഇങ്ങനെ ഒന്നും വരുത്താത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്ക്, നന്നായിട്ട് കൈ ഉയർത്തിക്ക്. ഇല്ല, അങ്ങനെ ആരുമില്ല. എല്ലാവരും ഇത് ബലഹീനരാണ്. അപ്പോൾ എന്താണ് വചനം പറയുന്നത്? നമുക്കൊരു പ്രധാന പുരോഹിതൻ. അപ്പോൾ ഈ രണ്ട് പദങ്ങളൊന്ന് ചേർത്ത് പറയാം. ഞാൻ ബലഹീനനാണ്. വലത്തെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് നെഞ്ച് വെച്ചിട്ട് പറയും, ഞാൻ ബലഹീനനാണ്. ഇനി ഇടത്തെ കൈ, രണ്ട് കൈ ചലിപ്പിച്ചു. ഓക്കെ, ഒരു എക്സസൈസ് ആണ്. ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ബലഹീനനാണ്. ഇനി ഇടത്തെ കൈ എടുത്തിട്ട് പറ, പക്ഷേ എന്റെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയുന്ന ഒരു പ്രധാന പുരോഹിതൻ എനിക്കുണ്ട്. കൈയടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുത്തു. നീ എത്ര ബലഹീനനായിക്കോട്ടെ, നീ എത്ര തോറ്റവനായിക്കോട്ടെ, നീ എത്ര പാപിയായിക്കോട്ടെ, ഏത് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നവനായിക്കോട്ടെ, രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് നാടും നാട്ടാരും വിധിച്ച വ്യക്തിയായിക്കോട്ടെ, നിനക്ക് പോലും നിന്നെപ്പറ്റി ഒരു പ്രതീക്ഷയുമില്ലാതിരുന്നോട്ടെ, കർത്താവിൻ്റെ വചനം പറയുന്നു, ഇതാ നിനക്കൊരു പ്രധാന പുരോഹിതൻ. ഇതാ നിനക്കായൊരു ശ്രേഷ്ഠ പുരോഹിതൻ, ശ്രേഷ്ഠനായൊരു പ്രധാന പുരോഹിതൻ നിന്റെ ബലഹീനതകളിൽ നിനക്കൊപ്പം സഹതപിക്കാൻ
കഴിയുന്ന പുരോഹിതൻ. കരമുയർത്തി പിടിച്ചൊന്ന് എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, എൻ്റെ ബലഹീനതകൾ എന്തുമായിക്കോട്ടെ, ഇതിനകത്ത് സഹതപിക്കാൻ കഴിയുന്ന ഒരു പുരോഹിതനായ ഈശോയെ എനിക്ക് പിതാവായ ദൈവം തന്നിരിക്കുകയാണ്. എഴുന്നേറ്റ് ഒന്ന് എല്ലാവരും രണ്ട് കൈ ഉയർത്തി പറഞ്ഞു, എൻ്റെ ബലഹീനതകളിൽ സഹതപിക്കാനും സഹായിക്കാനും കഴിവുള്ള ഒരു പ്രധാന പുരോഹിതനായി എന്റെ ഈശോ എനിക്കായുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ, ഒന്ന് അഭിഷേകത്തെ നിറഞ്ഞ് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലഹീനതകൾ മുഴുവൻ let the good God may fill all your weakness. നിന്റെ എല്ലാ ബലഹീനതക്കകത്തേക്കും ഈ പുരോഹിതന്റെ സ്വാധീനം ഇറങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ലതായിട്ടൊന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, അഭിഷേകത്തെ നിറഞ്ഞൊന്ന് സ്തുതിച്ചോ. Let your all weakness may fill with the power of the high priest. ഇരിക്കുക, ഇരിക്കുക, ഇരിക്കുക. എന്താണ് നിങ്ങളുടെ ബലഹീനത? അതിനകത്ത് എങ്ങനെയാണ് ഈ ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ നമ്മളെ സഹായിക്കുന്നത്? ഇതാണ് കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ബലഹീനത ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരായിക്കോട്ടെ, പക്ഷെ ഇന്ന് ഈ വചനം കേൾക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ബലഹീനത, അത് നിങ്ങൾ മറച്ച് 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 ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആയിക്കോട്ടെ, ഇതിനകത്തേക്ക് നിങ്ങളെ സഹായിക്കാൻ ശ്രേഷ്ഠ പ്രധാന പുരോഹിതനായ ഈശോയ്ക്ക് പറ്റും. കർത്താവ് അവൈലബിൾ ആണ്. അവിടത്തേക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളെ ആ ബലഹീനതയ്ക്കകത്ത് അവിടുന്ന് ഇട്ടേച്ച് പോകത്തില്ല. നിങ്ങളെ ആ ബലഹീനതയ്ക്കകത്തുനിന്ന് അവിടുന്ന് പുറത്തെടുക്കുക തന്നെ ചെയ്യും. നന്നായിട്ട് സ്തുതിച്ചു പറഞ്ഞു, എൻ്റെ ഈ ബലഹീനതയ്ക്കകത്ത് ഞാൻ പട്ടുപോകയില്ല. പറഞ്ഞു 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 എൻ്റെ ഈ ബലഹീനതയ്ക്കകത്ത് ഞാൻ നശിച്ചു പോകത്തില്ല. നന്നായിട്ട് പറഞ്ഞു, ഞാൻ നശിച്ചു പോകത്തില്ല. എത്ര വ്യക്തിപരമായിക്കോട്ടെ അത്, എത്ര വ്യക്തിപരമായിക്കോട്ടെ അത്. എൻ്റെ ബ്രദറെ, എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ലാത്ത ഒരു ബലഹീനതയാണിത്. അതിനകത്ത് പോലും ഇന്ന് 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 ഈ പ്രധാന പുരോഹിതന്റെ സ്വാധീനം വരാൻ പോകുകയാണ്. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. ആക്സസ് കൊടുത്താൽ മതി, ആക്സസ് കൊടുത്താൽ മതി. ഒന്ന് കൈയടിച്ച് സ്തുതിച്ച് സ്വീകരിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. എന്തോ ആയിക്കോട്ടെ. വ്യാപിക്കുന്നുണ്ട്, 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 വ്യാപിക്കുന്നുണ്ട്. നിന്നെ പുറത്തെടുക്കും, നിന്നെ പുറത്തെടുക്കും, നിന്നെ പുറത്തെടുത്തിരിക്കും. ഈ ബലഹീനതയ്ക്കകത്തുനിന്ന് നിന്നെ വെളിയിലെടുത്തിരിക്കും. Hallelujah. It doesn't matter what weakness is haunting you. It is God's promise, and the priest of the high priest who passed through the heavens, he will relieve you and he will redeem you from it. നിന്നെ ഇതിനകത്തുനിന്ന് കെട്ടഴിച്ച് പുറത്തെടുത്തിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതും കൊണ്ട് നീ നശിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. ഒരു ബലഹീനത എനിക്ക് നിങ്ങൾക്കും അയക്കുന്ന പിശാചിന്റെ പദ്ധതി നിന്നെയും എന്നെയും ഈ ബലഹീനത വഴി നരകത്തിലെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ കർത്താവിൻ്റെ പദ്ധതി എന്നാണെന്നറിയാമോ? ഈ ബലഹീനതയ്ക്കകത്ത് കൃപ പകർന്നിട്ട് ആ ബലഹീനത ഇല്ലാത്തവനാക്കി നിന്നെ നിർത്തുക എന്നാണ്. അതാണ് കർത്താവിൻ്റെ വചനം. എബ്രായർ 4:14 പറയുന്നത്, നമുക്കൊരു പുരോഹിതനുണ്ട്, നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പുരോഹിതനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടിട്ട് സ്വർഗങ്ങളിലേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഒരു പ്രധാന പുരോഹിതൻ നമുക്ക് പിതാവിന്റെ മുമ്പിൽ കർത്താവായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്ക്. ഈ ബലഹീനത നിന്റെ അവസാനമല്ല. ഒച്ചത്തിൽ പറഞ്ഞു, ഈ ബലഹീനത എൻ്റെ അവസാനമല്ല. ഈ ബലഹീനത എൻ്റെ അവസാനമല്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അയ്യോ ബ്രദറെ, എൻ്റെ ബലഹീനത എന്താണെന്നൊന്ന് എന്നെ വിളിച്ച് പബ്ലിക്കിൽ ചോദിക്കരുതേ, ഞാൻ നാണം കെട്ടു പോകും.
ഹല്ലേലൂയ. ഈശോ ചോദിക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തിനാ ബ്രദറും അച്ഛന്മാരും ഒക്കെ ചോദിക്കുന്നത്? അതൊന്നും ആരും അറിയാനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇന്ന് ആ ബലഹീനത പൂട്ടിക്കെട്ടി വെളിച്ചിരിക്കുന്ന ഒന്ന് തുറന്നു കൊടുക്കാമെങ്കിലുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് മഹാപുരോഹിതൻ്റെ ശക്തി ഇറങ്ങും. സത്യം പറയാം, അതിനകത്തേക്ക് ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ്റെ ശക്തി ഇറങ്ങും. നിന്നെ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തെടുക്കും. ഹല്ലേലൂയ. എത്ര വലിയ ബലഹീനത ആയിക്കോട്ടെ അത്. ഹല്ലേലൂയ. നാടറിഞ്ഞാൽ മൂക്കത്ത് കൈവെക്കുന്ന ബലഹീനത ആയിക്കോട്ടെ. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് നിന്നെ പുറത്തെടുക്കും. ഹല്ലേലൂയ. എത്ര സാക്ഷ്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളതെന്നറിയാമോ എൻ്റെ ബ്രദറെ? ദ സീക്രട്ട് സിൻ, ഈ രഹസ്യ പാപം എന്നെ പിന്തുടരുന്ന എത്ര വർഷമായെന്നറിയാമോ? ഞാൻ കുമ്പസരിച്ചാൽ പോലും, കുമ്പസാരക്കൂട്ടിൽ പോലും ഞാനത് പറയാൻ അറയ്ക്കുന്നു എന്ന് പറഞ്ഞ വിഷയങ്ങൾ പോലും ഉണ്ടല്ലോ. കർത്താവായി യേശു ഇറങ്ങി കേട്ടഴിച്ച്, കേട്ടഴിച്ച് ബന്ധനം പൊട്ടിച്ച്, ഒന്ന് കൈയടിച്ച് സ്വീകരിച്ചോ ഈശോയേ. തുടങ്ങട്ടെ, ആരംഭിക്കട്ടെ, വ്യക്തികളിൽ ആരംഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Who is able to sympathize? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് എനിക്കുണ്ട്. ഞാൻ ഈ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ വചനം ഒന്ന് വായിക്കാമേ. കുറച്ച് നേരോടെ ഇത് കേൾക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. പക്ഷേ ഇത് കേൾക്കുന്നത്രേ സമയം ഒന്ന് ശ്രദ്ധിക്കുക. 15-ാമത്തെ വചനം, നമ്മുടെ ബലഹീനതകളിൽ നമുക്കൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്, പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിൽ. എന്തൊരു വചനമാണ്! ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും, അടുത്ത വായിച്ചോണേ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും. ഒന്ന് നല്ലതായിട്ടൊന്ന് പറഞ്ഞു. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ, എന്നെ പോലെ തന്നെ. പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആര്? നമ്മുടെ കർത്താവായ യേശു. നമുക്കുള്ള പ്രധാന ശ്രേഷ്ഠ പുരോഹിതൻ പാപം ചെയ്തിട്ടില്ലെങ്കിലും, പറഞ്ഞു പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മെ പോലെ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അറിയാനാണ് അവൻ നീ ജീവിക്കുന്ന ലോകത്തിലേക്ക് വന്നത്. മനുഷ്യൻ്റെ ചൂടും ചൂരും അവൻ അറിഞ്ഞത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. പരിശുദ്ധ അമ്മയിൽ നിന്നാണ് മനുഷ്യൻ്റെ മനുഷ്യഭാവം അവൻ അറിഞ്ഞത്. അമ്മയിൽ നിന്നാണ് ആദ്യ ചുംബനം അവൻ ഏറ്റെടുത്തത്. അമ്മയാണ് അവൻ്റെ ആ മുഖത്ത് ആദ്യമായി ചുംബിച്ചത്. മനുഷ്യ സമ്പർക്കം, മനുഷ്യ സന്ദർഭം ദൈവം അറിഞ്ഞത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സഭ ദൈവമാതാവെന്ന് വിളിക്കുന്നത്. തിയോട്ടോക്കോസ്, ദൈവമാതാവ്, ദൈവത്തിൻ ജനനി, ദൈവമാതാവായ പരിശുദ്ധ അമ്പയാണവൾ, അമ്മയാണവൾ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്നറിയാം? ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്നറിയാമോ? ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇപ്പം നിർത്താൻ കഴിയാത്ത മദ്യപാനാസക്തിയിലാണ് ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതെന്നിരിക്കട്ടെ. എന്നെക്കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മദ്യാസക്തിയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യാണ്? ഞാൻ അറിയുകയാണ് എന്നെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞു രക്ഷകനുണ്ട്. കരമുയർത്തി പറഞ്ഞു രക്ഷകനുണ്ട്. പക്ഷേ സെയിന്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞുണ്ടെന്നറിയാം, നിന്റെ അനുവാദം കൂടാതെ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. എന്നാ പറഞ്ഞേ? എൻ്റെ അനുവാദം കൂടാതെ നിന്റെ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ അനുവദിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നീന്തറിയത്തില്ലാത്ത നിങ്ങൾ
ഒരു വലിയ കയത്തിൽ, നിലയില്ലാ കയത്തിൽ വീണിരിക്കുകയാണ്. രക്ഷിക്കാൻ വരുന്നവനെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിലാ, രക്ഷിക്കാൻ വരുന്നവനെ നിങ്ങൾ അവനോട് സഹകരിക്കുന്നില്ലെങ്കിലാ എന്നാ ചെയ്യാൻ പറ്റും? അതാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞത്. ഇപ്പോൾ വിശുദ്ധ അഗസ്റ്റിനോസിനെ ഇനി നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന പോപ്പ് അഗസ്റ്റീനിയൻ ഓർഡറിലുള്ള പോപ്പാണ്. ഹല്ലേലൂയ. ലിയോ 14 അല്ലേ? ഹല്ലേലൂയ. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹമാണ്. അത് എത്ര വലിയൊരു അഭിഷേകത്തിൻ്റെ ഇതാണ്. ഞങ്ങളുടെ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ പാറ്റേൺ സൈൻഡ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയത് വിശുദ്ധ അഗസ്റ്റിനോസിനെയാണ്. ഇപ്പോഴിതാ പരിശുദ്ധ പിതാവിനെ ദൈവം അതേ ഓർഡറിൽ നിന്ന് സഭയിലേക്ക് അയക്കുകയാണ്. ഓ, കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായിട്ടൊന്ന് കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്കൊരു പ്രധാന ശ്രേഷ്ഠ പുരോഹിതനുണ്ട്. ഒന്ന് പറഞ്ഞു, എനിക്കൊരു പ്രധാന. നിങ്ങൾ ഒരാളെ ഒന്ന് വിളിച്ചിട്ടൊന്നവരെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചേ. ഒരാൾക്ക് കൈ കൊടുത്തവരെ ഒന്ന് വിളിച്ചൊന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചേ. വിളിച്ചേ അടുത്തിരിക്കുന്നവരെ വിളിച്ചേ ഒന്ന് കൈയൊക്കെ കൊടുത്ത് അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് അവരുമായിട്ടൊന്ന് അടുത്തിടപെട്ട് എന്നിട്ടൊന്ന് പറഞ്ഞ് നമുക്ക് ഒരു ശ്രേഷ്ഠ പ്രധാന പുരോഹിതനുണ്ട് കേട്ടോ. പറഞ്ഞു സഹായിക്കാൻ പറ്റും ചേട്ടാ. ചേട്ടനോട് പറഞ്ഞു, ചേട്ടനെ സഹായിക്കും കേട്ടോ, ചേച്ചിയെ സഹായിക്കും കേട്ടോ. സിസ്റ്റർമാർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ചിരിക്കണ്ട, ഒത്തിരി സിസ്റ്റർമാരെന്ന്. അപ്പം സിസ്റ്റർമാർ പറഞ്ഞു, ഹല്ലേലൂയ, നമുക്കൊരു പ്രധാന പുരോഹിതനുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ പുരോഹിതരിൽ നിന്ന് പോലും തിക്താനുഭവം ഉണ്ടായവർക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു പ്രധാന പുരോഹിതനാണ് കേട്ടോ. ഹല്ലേലൂയ. കരമടിച്ചോ ഈശോയ്ക്ക് ആരാധന കൊടുക്കുക. ഹല്ലേലൂയ. ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ. നമ്മുടെ ബലഹീനതകളെ സഹതപിക്കാൻ കഴിയുന്ന, പാപം ചെയ്തിട്ടില്ലെങ്കിലും, എന്ത് വചന ശിവനെ വചനം ഒന്നുകൂടെ വായിച്ചോ. പാപം ചെയ്തിട്ടില്ലെങ്കിലും വായിച്ചോ. എല്ലാ കാര്യങ്ങളിലും അത് ഡോക്ടർ അത് വായിക്കും. പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ. ഒന്ന് വചനം ഒന്ന് പറഞ്ഞു. എല്ലാ കാര്യത്തിലും എന്നെ പോലെ. ഒന്ന് പറഞ്ഞു, എല്ലാ കാര്യത്തിലും എന്നെ പോലെ. നെഞ്ചത്തൊന്ന് തട്ടി പറഞ്ഞു, എല്ലാ കാര്യത്തിലും എന്നെ പോലെ. ഞാൻ വീഴുന്ന പോലെ വീണ്, പക്ഷെ പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും എന്നെ പോലെ. ഉച്ചത്തിൽ പറഞ്ഞു, എല്ലാ കാര്യത്തിലും എന്നെ പോലെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ മുഴുവൻ അവനറിയാം. നിന്റെ വേദനകൾ അവനറിയാം. നിന്റെ ഒറ്റപ്പെടലുകൾ അവനറിയാം. മനുഷ്യർ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തൽ അവനറിയാം. കാരണം അവൻ അതിലൂടെ കടന്നു പോയതാണ്. ഹല്ലേലൂയ. അവന് നിന്നെ അറിയാം. നീ അറിയുന്നതിലുപരി നിന്നെ അവൻ അറിയാം. നീ നിന്നെ മനസ്സിലാക്കുന്നതിലുപരി അവൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ നിന്നെ അറിയുന്നതിലുപരി അവൻ നിന്നെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും. സ്വരമുയർത്തി ഒന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളിലും. ഒന്ന് പറഞ്ഞ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. പാപം ചെയ്തിട്ടില്ലെങ്കിലും. നമുക്ക് ഈ വചനം എന്ന് പറയാം, ഭയങ്കര അഭിഷേകമുള്ള ഒരു വചനമാണ്. എബ്രായർ 4:15 അല്ലേ? 16 എത്രാമത്തെ വചനം അത്? എബ്രായർ 4:15. പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും. ഒന്നുകൂടെ പറഞ്ഞു, പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് തുല്യനായി നമ്മെ പോലെ എന്നെ പോലെ നിങ്ങളെ പോലെ അപമാനം അറിഞ്ഞവൻ, വേദന അറിഞ്ഞവൻ, മനുഷ്യൻ ഒറ്റിക്കൊടുക്കുന്നതിന്റെ സങ്കടം അറിഞ്ഞവൻ. ചുംബനം കൊണ്ട് ഇന്ന് ഒരാൾ നിന്നെ ചതിക്കുമ്പോൾ നിന്റെ വേദന എന്നാന്ന് അവൻ അറിയാം. കാരണം അവൻ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കപ്പെട്ടവനാണ്. മുഖത്ത് കാർക്കിച്ചൊരു തുപ്പലേൽക്കുമ്പോൾ അവനതിൻ്റെ വേദന അറിയാം സുഹൃത്തെ. അവനതിൻ്റെ വേദന അറിയാം. കാരണം അവൻ നിന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്.
നിന്നെ പോലെ നിന്റെ വേദനകളിലൂടെ കടന്നുപോയവനാ. ഇന്ന് നീ കടന്നു പോകുന്ന ഏത് ബലഹീനത ആയിക്കോട്ടെ, നിന്നെ പോലെ അവൻ നടന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന് നിന്നെ സഹായിക്കാൻ പറ്റുന്നത്. എന്നെ പോലെ ആകാത്ത ഒരു ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയുകയില്ല. പറഞ്ഞു എന്നെ അറിയാത്ത ഒരു ദൈവത്തിന്, എന്നെ അറിയാത്ത ഒരു ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റും. ഇവിടെയാണ് മനുഷ്യാവതാര രഹസ്യം നമ്മൾ അറിയുന്നത്. ദ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ ഈസ് റിവീൽഡ് ഹിയർ. ആ മനുഷ്യാവതാര രഹസ്യം നമ്മൾ ഇവിടെയാണ് അറിയുന്നത്. എന്താ മനുഷ്യാവതാര രഹസ്യം എന്നറിയാം? ഇങ്ങോട്ട് നോക്ക്. എന്നതാ മനുഷ്യാവതാര രഹസ്യം എന്നറിയാമോ? എന്നെ അറിയാൻ എന്നെ പോലെയായി. പറഞ്ഞു, എന്നെ അറിയാൻ എന്നെ പോലെയായി. എൻ്റെ പോലത്തെ കണ്ണ്, എൻ്റെ പോലത്തെ കയ്യ്, എൻ്റെ പോലത്തെ നാക്ക്, എൻ്റെ പോലത്തെ സംസാരം, എൻ്റെ പോലത്തെ കാലുമായിട്ട് ഞാൻ ഇന്ന് നടക്കുന്ന പോലെ അവൻ നടന്നു. ഹല്ലേലൂയ. അവിടെയാണ് രഹസ്യം. ദൈവത്തിനൊരു മാലാഖയെ അയച്ചാൽ മാനവകുലത്തെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ നിന്നെ അറിയാൻ മാലാഖയ്ക്ക് പറ്റില്ല. കാരണം മാലാഖ നിന്നെ പോലെ അല്ല. ഹല്ലേലൂയ. നിന്നെ അറിയണമെങ്കിൽ, നിന്റെ ചൂടും ചൂരും അറിയണമെങ്കിൽ നിന്നെ പോലെയാകണം. ഹല്ലേലൂയ. നിന്റെ മനുഷ്യ പ്രകൃതിയിൽ അവനെ കാണപ്പെട്ടു. അവൻ്റെ രൂപം നിന്റെ പോലെ ആയിരുന്നു. അവൻ്റെ കൈവരയും നിന്നോടൊപ്പമായിരുന്നു. അവൻ്റെ മുഖം നിന്നെ പോലെ ആയിരുന്നു. എന്തിനാ? നിന്നെ അറിയാൻ. നിന്റെ ചൂടും ചൂരും അവൻ അറിഞ്ഞു. ഹല്ലേലൂയ. ആദ്യ ചുംബനം അമ്മ ആ മുഖത്ത് കൈമാറുമ്പോൾ അമ്മ തൻ്റെ പ്രതിഫലനത്തെയാണ് ആ ഈശോയിൽ കണ്ടത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പറയും, അയ്യോ അമ്മയുടെ മൂക്ക, അയ്യോ കണ്ണ് കണ്ടോ അപ്പൻ്റെ പോലെയാ, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ പരിശുദ്ധ അമ്മയെ നോക്കിയാൽ ഈശോയെ കാണാൻ പറ്റുമായിരുന്നു. ഈശോയെ നോക്കിയാൽ പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റുമായിരുന്നു. അന്ന് കാണുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, യോസേപ്പ് പിതാവിനെ പോലെ വരച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ പോലെ വാർത്തെടുത്തിരിക്കുക. ഹല്ലേലൂയ. അമ്മയുടെ മോനാന്ന് കണ്ടറിയാം. ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അത്രമാത്രം അവൻ മനുഷ്യനെ അറിഞ്ഞു. എന്തിനാ? ഒരു മഹാപുരോഹിതൻ. ഒന്ന് പറഞ്ഞേ, ഒരു മഹാപുരോഹിതൻ. എന്താ മഹാപുരോഹിതൻ ചെയ്യുന്നത്? വലം കൈ കൊണ്ടവൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു, ഇടം കൈ കൊണ്ടവൻ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നു. Priest is a mediator between God and men. ഇടം കൈ കൊണ്ടവൻ മനുഷ്യനെ തൊടുമ്പോൾ വലം കൈ കൊണ്ടവൻ ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കാൻ നിനക്കൊരു പുരോഹിതൻ ഇന്നുണ്ട്. ഹല്ലേലൂയ. ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ നിനക്കുണ്ട്. ആ പുരോഹിതന്റെ പേരാണ് ദൈവപുത്രനായ യേശു. വിളിച്ചോ. ദൈവപുത്രനായ യേശു. സ്വരമുയർത്തി വിളിച്ചേ. ദൈവപുത്രനായ യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭർത്താവ് കുറ്റപ്പെടുത്തുന്നത് അവനറിയാൻ പറ്റും. ഭാര്യ കുറ്റപ്പെടുത്തുന്നത് അവനറിയാൻ പറ്റും. നിന്റെ വീട്ടിലെ ഓരോ നൊമ്പരവും അവനറിയാൻ പറ്റും. കാരണം അവൻ നിന്നെ പോലെയായവനാണ്. എന്നെ പോലെ. എല്ലാരും പറഞ്ഞു, എന്നെ പോലെ ഒരു ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. പക്ഷേ സകലത്തിലും എനിക്ക് തുല്യനായി. ഒന്ന് പറഞ്ഞു, സകലത്തിലും എനിക്ക് തുല്യനായി. എന്നെ പോലെ. ഒന്നുകൂടെ പറഞ്ഞു, എന്നെ പോലെ. നമ്മെ പോലെ. സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ, നമ്മെ പോലെ. എന്നെ പോലെ. അവന് നിന്നെ സഹായിക്കാൻ പറ്റും. അവൻ ഇന്ന് സഹായിക്കാൻ വന്നിട്ടുണ്ട്. ആ സഹായം സ്വീകരിക്കാൻ നീ ഒരുങ്ങിയോ എന്നുള്ളതാ ചോദ്യം. സഹായിക്കാൻ അവിടത്തേക്ക് പറ്റുന്നേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവൻ എന്നെ സഹായിക്കാൻ പറ്റുമെന്ന്? അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം കൈയടിച്ച് വിളിച്ച്, ഈശോയെ അവിടുത്തെ സഹായത്തിന്റെ കരവുമായി ഒന്ന് ഇറങ്ങി വരണമേ എന്നൊന്ന് വിളിച്ചോ. സഹായം പലരും സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അടുത്തിരിക്കുന്നവരെ ഉണർത്തിക്കേ, അവരോട് ധൈര്യപ്പെടുത്തിക്കേ, അവരോട് അഭിഷേകത്തിൽ നിറയാൻ പറഞ്ഞ് നിന്നെ ഇന്ന് സഹായിക്കും. ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നിന്റെ ബലഹീനത എന്ന വിഷയത്തിനകത്ത് തീർപ്പ് വരുത്തിയിരിക്കും. വരുത്താതെ വിടത്തില്ല. നിന്റെ കെട്ട് പൊട്ടിച്ചിട്ട് നിന്നെ അഴിച്ചു വിടത്തുള്ളൂ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ചങ്ങലകൾ അഴിച്ചിട്ടേ നിന്നെ വിടത്തുള്ളൂ. നിന്റെ കെട്ടുകൾ അഴിച്ചിട്ടേ നിന്നെ വിടത്തുള്ളൂ. നിന്റെ ബന്ധനം അഴിച്ചിട്ടേ നിന്നെ വിടത്തുള്ളൂ. നിന്റെ ബന്ധനം അഴിക്കാതെ അവൻ നിന്നെ വിട്ടേച്ച് പോകത്തില്ല. കൂടെ കൂടിയിട്ട് പാതി വഴിയിൽ ഇട്ടേച്ച് പോകുന്നത് മനുഷ്യനാ. കൂടെ കൂടിയേച്ച് അവസാനം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിട്ട് ഉയർത്തി നിർത്താതെ ഈ കർത്താവ് പോകത്തില്ല. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. വിളിക്ക് വിളിക്ക് വിളിക്ക്, സഹായം ചോദിച്ചു വിളിക്ക്. കർത്താവേ, ഓരോ മക്കളുടെ മേലും കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഹൈ പ്രീസ്റ്റ് ഈസ് റെഡി ടു ഹെൽപ്പ് യു ഇൻ യുവർ വീക്ക്നെസ്. ഗിവ് ആക്സസ്. ഓപ്പൺ യുവർ ഹാർട്ട്. ഹൃദയം തുറക്ക്, ഹൃദയം തുറക്ക്, ഹൃദയം തുറന്ന്, ഹൃദയം തുറക്ക്. വിളിക്ക്, ഈശോയോന്ന് വിളിക്ക്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഇതാ സമയം വന്നിരിക്കുന്നു. ഇതാ സമയം വന്നിരിക്കുന്നു. ദൈവത്തോട് ഇടപെടുവാനുള്ള സമയം, കർത്താവിനോട് സംസാരിക്കാനുള്ള സമയം. ഹര 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 ഹര. ആ ബലഹീനത ഒരു രോഗമാണെങ്കിൽ ആ രോഗത്തിന്റെ അടിവേരിന്ന് പറിച്ചേച്ച് അവൻ കടന്നു പോകുകയുള്ളൂ. ആ രോഗത്തിന്റെ അടിവേരിന്ന് പറിച്ചേച്ച് അവൻ കടന്നു പോകുകയുള്ളൂ. ആ രോഗത്തിന്റെ അടിവേരിന്ന് പറിച്ചേച്ച് അവൻ പോകുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ. അത് കള്ളം പറയുന്ന ശീലമാണെങ്കിൽ അതിനകത്തൊരു അഭിഷേകം ഉണ്ടാകും. അത് സിഗരറ്റ് ഇല്ലാതെ ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്ത ഒരു അടിമത്തമാണെങ്കിൽ ആ ബലഹീനത നിന്റെ മേൽ നിന്ന് പറഞ്ഞു പോകും. അത് അസൂയയുടെ ഒരു ബലഹീനതയാണെങ്കിൽ, അത് കുറ്റം പറയുന്ന ഒരു ബലഹീനതയാണെങ്കിൽ, അതൊരു മദ്യാസക്തിയാണെങ്കിൽ, അതൊരു മയക്കുമരുന്നിന്റെ അടിമത്തമാണെങ്കിൽ എന്തുമായിക്കോട്ടെ. വിളിച്ചോ 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 വിളിച്ചോ. ഈശോയെന്ന് വിളിച്ചോ, ഈശോയെന്ന് വിളിച്ചോ. സഹായിക്കാൻ കഴിയുന്നവനാ. അവന്റെ പേര് ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ എന്നാണ്. ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ എന്നാണ്. ശ്രേഷ്ഠ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോ മക്കളുടെ മേലും വിജയത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ, വിളിച്ചോ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ടവരെ വിളിച്ചോ. വരദാനത്തിന് അഭിഷേകം വിളിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേ വിജയം നേടാൻ ധീരതയേകണമേ. ഒളിപ്പിച്ചു വെച്ച മനുഷ്യർ കണ്ടാൽ അറയ്ക്കുമെന്ന് പറഞ്ഞ് നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ വ്യക്തിപരമായ ബലഹീനതയുടെ ആ അടപ്പ് തുറക്കാമോ? ആ അടപ്പ് തുറക്കാമോ? സഹായിക്കാനല്ല, നിന്നെ അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ അവൻ വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടുണ്ട്. He is able to deliver you. അവൻ നിന്നെ പുറത്തെടുക്കാൻ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇപ്പം നിന്നോട് സംസാരിക്കുകയാണ്. ഇന്നൊരു തീരുമാനം എടുക്കുക. ഇന്നൊരു അനുതാപത്തിൻ്റെ കണ്ണീര് പുറത്തു വരട്ടെ. ഇന്നൊരു പശ്ചാത്താപത്തിൻ്റെ നിലവിളി ഉയരട്ടെ. ഞാൻ മടുത്തു ബ്രദർ, എനിക്ക് വേണ്ട ഈ ജീവിതം ഇങ്ങനെ. എനിക്കെൻ്റെ ഈശോയുടെ മകളാകണം. എനിക്കെൻ്റെ കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കണം. ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളിയിൽ
എനിക്ക് പ്രയോജനപ്പെടണം. എനിക്കിങ്ങനെ ഈ ബലഹീനതയിൽ ഇല്ല, എനിക്കിതിൽ തുടരണ്ട. എനിക്ക് മനസ്സിലായി, എന്നെ രക്ഷിക്കാൻ അവൻ വന്നിട്ടുണ്ട്. ഓ, എത്ര പേർക്കാണ് സൗഖ്യം കിട്ടുന്നത്, എത്ര പേർക്കാണ് സൗഖ്യം കിട്ടുന്നത്. ശരീരഭാഗങ്ങൾ തളർന്നു വന്നിരിക്കുന്നവര്, പ്രത്യേകിച്ച് വീൽ ചെയറിലും സ്ട്രോക്ക് വന്നും ഒക്കെ തളർന്നു വന്നിരിക്കുന്നവര്, നിങ്ങൾ തയ്യാറായിക്കോ. നിങ്ങളുടെ ബലഹീനത ശരീരത്തിലാണെങ്കിൽ നിങ്ങളുടെ മഹാപുരോഹിതന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങളെ ഇന്ന് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. നിങ്ങളാ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾക്ക് ശക്തി കിട്ടും. പരിശുദ്ധാത്മാവ് നിന്നെ തൊടും മകളെ. ജീവന്റെ ശക്തി ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. മടിക്കാതെ വിളിച്ചോ, യേശുവേ വിളിച്ചോ. എന്നാ പറ്റിയതാ? എന്നാ പറ്റിയതാ? സ്ട്രോക്ക് വന്ന്. ചേച്ചിയാണ് ഇവരെ കൊണ്ടുവന്നേക്കുന്നത്. അതെ. എന്നാ ഇവരുടെ പേര്? ജൂലിയറ്റ്. സ്ട്രോക്ക് വന്നതാ. എൻ്റെ ബ്രദർ ഇങ്ങോട്ട് വാ, ഒന്ന് വിശ്വസ്. ബ്രദറിന്റെ ചേച്ചിയാ. ഏത് വശമാ പോയത്? വലത്തെ വശമാണ്? വലത്തെ സൈഡ്. ബ്രദറെ, നമുക്കൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈ നീട്ടിക്കേ. ഇങ്ങോട്ട് ഈ സൈഡിലോട്ട്, ഈ സൈഡിലോട്ട്, ഈ സൈഡ്. എല്ലാവരും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ, ബലഹീനതകളിൽ സഹായിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവേ, ഈ മകളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. നരകതുല്യമായ ജീവിതത്തെ ഇന്നൊന്ന് മാറ്റിമറിക്കണമേ കർത്താവേ. നരകതുല്യമായ ജീവിതത്തെ ഇന്നൊന്ന് മാറ്റിമറിക്കണമേ ഈശോയേ. ബ്രദറോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഈ ശരീരം, ഈ ഒരു വശം മുഴുവൻ കർത്താവിന്റെ ജീവൻ പ്രവേശിക്കുക. നീ ഇന്ന് ജീവൻ പ്രാപിക്കുക. കൈ ഉയർത്താനും എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഓടി നടന്ന് നിന്നെ സഹായിക്കാൻ പ്രധാന പുരോഹിതൻ വന്നിട്ടുണ്ട്. എഴുന്നേറ്റ്, 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 യേശുവേ എന്നത് വിളിച്ചേ. രണ്ട് കൈയും അങ്ങ് ഉയർത്തിക്കേ, ഉയർത്തിക്കേ. വാ, വാ, വാ. പനക്കിലച്ചൻ എടുത്തോടൊന്ന് പോവാം. വാ, പനക്കിലച്ചൻ എടുത്തോടൊന്ന് പോവാം. വാ, 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 വാ. ഈശോയെ എന്ന് വിളിച്ച് അച്ഛൻ ചെന്നോ, ചെന്നോ. ഈശോ ഒന്ന് സ്വരമുയർത്തി വിളിച്ച്, എനിക്കൊരു പ്രധാന പുരോഹിതനുണ്ട്. വേണ്ട, സമർപ്പിക്ക, സമർപ്പിക്ക. ഈശോയ്ക്ക് ജീവിതം സമർപ്പിക്ക.
വലിയ പ്രതീക്ഷയോടെ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഈശോയുടെ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ് ഇന്നൊരു ഭയങ്കര തീരുമാനം എടുത്തു. കരളിനല്ലേ പ്രശ്നം? കിഡ്നിയില്ല. നന്നായിട്ട് ഹൃദയം തുറന്നു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ക്രിയാറ്റിൻ ലെവലെല്ലാം പരിശുദ്ധാത്മാവിന്ന് കൺട്രോൾ ചെയ്യാൻ പോവുക. ഭയങ്കര ഒരു തീരുമാനം എടുക്കണം. ഇന്നെടുക്കുന്ന ഈ തീരുമാനത്തിൽ നിലനിൽക്കണം. ഒരു ബലഹീനതയല്ലേ? നടന്നോ ഒരു ബലഹീനതയല്ലേ? കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലേ, നിയന്ത്രിക്കാൻ പറ്റാത്ത. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് സഹായിക്കുക. ഒച്ചത്തിൽ വിളിച്ച ഈശോയേ. ഇന്നാണല്ലോ ഇന്ന് ഈശോയ്ക്ക് ജീവിതം കൊടുക്കണം. ഇന്ന് കർത്താവിന് ജീവിതം കൊടുക്കണം. ഇന്ന് വലിയൊരു അനുതാപവും പശ്ചാത്താപവും ഉള്ളത്തിൽ വന്നിട്ട് പറയണം, കർത്താവേ, ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എന്നാഥനെ. വിട്ടുകൊടുക്കുക, ഹൃദയം മുഴുവൻ വിട്ടുകൊടുക്കുക. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ മകൻ്റെ കിഡ്നിക്ക് കർത്താവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ശക്തി ഇന്ന് വ്യാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈ നീട്ടുക. കർത്താവായ യേശുവേ, അസാധ്യതകളില്ലാത്ത ദൈവത്തിന്റെ പുത്ര, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്കായി സഹതപിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ഇപ്പോൾ ഈ മകനെ സമയം അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ നോക്കി ഒരു തീരുമാനം. ശരിക്കും റെഡിയാണ്. ഒറ്റ തീരുമാനത്തിൽ രണ്ടുപേരോട് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ അഭിഷേകം കൊണ്ടേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ നേടാൻ ധീരയേകണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പോണം. എന്റെ ചെയ്തേക്കണിപ്പാ. അതില് രോഗം ക്യാൻസറാണ് അവർ. ഇത് ഡിവൈനിൽ ഒരു സാക്ഷ്യമായി മാറുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ മനുഷ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ പ്രധാന പുരോഹിതനായ ഈശോയെ, ശ്രേഷ്ഠ പ്രധാന പുരോഹിതനായ ഈശോയെ, ശ്രേഷ്ഠ പ്രധാന പുരോഹിതനായ ഈശോയെ, ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ ഈ മകന്റെ ജീവിതത്തിലേക്ക് പടരുന്ന ക്യാൻസറിന്റെ മേൽ ശക്തി അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊടുന്നുണ്ട്. കരയില്ല ചേട്ടാ, ഹൃദയം തുറന്നു. ഈശോയ്ക്ക് വേണ്ടി ഹൃദയം തുറന്നു. ഈശോ തൊടുന്ന സമയമായത്. കർത്താവ് ഇടപെടുന്ന സമയമാണ്. എല്ലാവരും കൈനീട്ടി മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നല്ലതായിട്ടൊന്ന് കൈനീട്ടി പ്രാർത്ഥിച്ച്. Let us pray together.
ആയിരക്കണക്കിന് മക്കളുടെ വിശ്വാസം ഒരുമിച്ച് ചേരുന്ന നിമിഷം ആള് മാറട്ടെ, ആള് മാറട്ടെ. ഇടത്തെ വശത്തല്ലേ, ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലല്ലേ, ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലല്ലേ? ഒന്ന് കാണിച്ചു. ഇവിടെയാണ്, ഇവിടെയാണ്. പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെ വരാറുള്ളതെന്നാണ് ഡോക്ടർമാർ പറയണത്. ആണുങ്ങൾക്ക് അപൂർവം എന്നാണ് പറയണത്. പെട്ടെന്ന് കാലിന് വേദന തുടങ്ങി, പിന്നെ കാലിന് മടക്കാൻ പറ്റുന്നില്ല. അതോടെ പണി അതോടെ അവസാനിച്ച് 5-8 മാസമായുള്ളൂ. 8 മാസമായി ഇപ്പോൾ തുടങ്ങിയിട്ട്. ഒന്ന് വിശ്വസിക്കട്ടെ, ഇതൊരു സാക്ഷ്യമായിട്ട് മാറും. നമ്മള് തീക്ഷ്ണതയോടെ ഈ മനുഷ്യന് വേണ്ടി 6 മാസമായിട്ട് ജോലിക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തീക്ഷ്ണത ഹൃദയത്തിൽ വരുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിങ്ങളുടെ 2 കൈയും ഒന്ന് നീട്ടിപ്പിടിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ അഭിഷേകം കൊണ്ടൊന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കൈയടിച്ച് പാടിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. കൈ ഉയർത്തി ചേർത്തടിച്ച്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം ശക്തി അയക്കണമേ. ഓരോ മക്കളുടെ ശക്തി അയക്കണമേ. ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. വിളിച്ചു പറഞ്ഞു, വിളിച്ചു. നിന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. നീ ഹൃദയം തുറന്നു, ഹൃദയം തുറന്നു കൂട്ടാ. നിന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്, നിന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം എന്നെ രക്ഷപ്പെടുത്താൻ വന്നിട്ടുണ്ട്. ഈശോ ഈ മനുഷ്യനെ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാവരും ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചോ. ഓരോ ഹൃദയങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുന്ന നിമിഷമാണ്. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തമായി ഇറങ്ങട്ടെ. ഈശോയെ വിളിച്ചോ, കൈ അടിച്ചു സ്തുതിച്ചോ. പരിശുദ്ധാത്മാവിന്
വിട്ടുകൊടുത്തു. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് അത്ഭുതങ്ങൾ നടക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ ബലഹീനതയിൽ നിന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവേ, അവിടുന്ന് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അല്ലാതെ വിളിച്ചോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ഈശോയെന്ന് വിളിച്ചോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരമേകണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ അഭിഷേകങ്ങൾ എന്നെ നിറയ്ക്കണമേ. ഹൃദയം തുറന്നോ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരമേകണമേ. സൗരങ്ങളെ ഇരിക്കുക, 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 ഇരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക ഈ പറയുന്ന വചനങ്ങൾ. എല്ലാ ഹൃദയത്തിലും ഇത് എഴുതുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വേറെ ആരുമല്ല, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതൊരു വലിയ തിരിച്ചറിവാണ് സൗരങ്ങളെ. എനിക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. ഇത് വളരെ പേഴ്സണലാണ് ഈ വചനം. നമുക്ക് എന്ന് പറയുന്നതിലൂടെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു പ്രധാന ശ്രേഷ്ഠ പുരോഹിതനുണ്ട്. ഇങ്ങനെ പറയുന്നതിലൂടെ ആ പൗരോഹിത്യത്തിൻ്റെ കീഴിലെ പരമാധികാരത്തിലേക്ക് നിങ്ങളെയും എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഈശോ നമ്മോട് പറയാം, നീ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ കീഴിലുള്ള ആളാണ്. നിന്റെ കാര്യം നോക്കുക എൻ്റെ ഉത്തരവാദിത്തമാണ്. അതാ കർത്താവ് പറയുന്നത്, നിന്റെ കാര്യം നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ചോദിക്കട്ടെ, 27 പേരുടെ ഉള്ളത്തിൽ ഇപ്പോൾ എൻ്റെ ബ്രദറെ, എൻ്റെ ബലഹീനതയ്ക്കകത്തുനിന്ന് എനിക്ക് പുറത്തു വരണം. അതിന് ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്നെക്കൊണ്ട് സ്വയമായിട്ട് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളത്തിൽ വരുന്നുണ്ട്. 27 സഹോദരന്മാരുടെ ഭാഗത്താണ് ഞാൻ പറയുന്നത്. 27 പേരുടെ ഉള്ളത്തിൽ, ആ 27 പേരോട് ഇങ്ങനെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ പറയുന്നത് എൻ്റെ കാര്യമാണ്, ഈ പറയുന്നത് എൻ്റെ കാര്യമാണ്. അതെ, നിൻ്റെ കാര്യം തന്നെയാണ്. അങ്ങനെ കർത്താവ് ഉള്ളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 27 മക്കളും ആ കൈ ഒന്ന് ഉയർത്തിക്കേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അത് ഞാൻ സഹോദരങ്ങളെ വിളിക്കുന്നേ, പിന്നീട് സഹോദരിമാരെ വിളിക്കുന്നേ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ, എൻ്റെ ബ്രദറെ, ഇത് എൻ്റെ കാര്യമായി പറയുന്നേ. എന്നെ ഇത്തിൾക്കണ്ണി പോലെ പിടിച്ചു വച്ചിരിക്കുന്ന, എത്ര പറിച്ചെറിഞ്ഞിട്ടും എന്നെ ഞാൻ വിട്ടിട്ടും എന്നെ വിടാത്ത ചില ബലഹീനതകൾ എന്നെ പിന്തുടരുന്നുണ്ട്. എനിക്കതിനകത്ത് മോചനം ആവശ്യമുണ്ട്. ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കൾ, കരമുയർത്തിയവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ അതിനുവേണ്ടി വാസ്തവമായി വാഞ്ചിക്കുന്നവരെ പെട്ടെന്ന് എഴുന്നേറ്റേ, പെട്ടെന്ന് എഴുന്നേറ്റേ, പെട്ടെന്ന് എഴുന്നേറ്റേ. ഇപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റവരില്ല ഒരു 20 പേര് മുന്നോട്ട് വന്നേ. ഇവിടെ 2 വരിയായിട്ട് നിന്നേ, ഒരാളുടെ പുറകിൽ ഒരാളായിട്ട് നിന്നേ. ഞാനൊന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മതി 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 മതി, ഇനി വരരുത്, ഇനി വരരുത്. ഒരാളുടെ പുറകിൽ ഒരാളായിട്ട് നിൽക്കുക. നടുവിലൂടെ നടക്കാനുള്ള ഇടയിടുക, നടുവിലൂടെ നടക്കാനുള്ള ഇടയിടുക. നീ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യമേ നിക്ക് മതി മതി, ഇനി വരരുതേ, ഇനി വരരുതേ. ഗ്യാപ്പുണ്ടാക്കി നടുക്ക് സ്റ്റീഫനെ കുറച്ചുകൂടെ പുറകോട്ടിറങ്ങി, കുറച്ചുകൂടെ പുറകോട്ടിറങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ മറിഞ്ഞു പോയാൽ നിങ്ങളുടെ ദേഹത്തോട്ട് വീടരുത്. അതിനുവേണ്ടി കുറച്ചുകൂടെ പുറകോട്ടിറങ്ങി. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഈ ഒരു മെസ്സേജാണ്. എന്താണ് ഈ സന്ദേശം പറയുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്കൊരു പ്രധാന പുരോഹിതനുണ്ട്.
അദ്ദേഹം പ്രധാന ശ്രേഷ്ഠ പുരോഹിതനാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ കാര്യത്തിൽ നമ്മെ സഹായിക്കാനും രക്ഷിക്കാനും കഴിയുന്ന ആളാണ് ആള്. രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് രക്ഷിക്കാതിരിക്കുമോ? ഇല്ല. ഇന്ന് ഹൃദയമാണ് തുറക്കേണ്ടത്. നിങ്ങളിങ്ങനെ മുന്നോട്ട് വന്നവര് നെഞ്ചിലേക്ക് കൈ അമർത്തി വെച്ച് ഹൃദയം തുറന്ന് കണ്ണടച്ച്, എൻ്റെ ദൈവമേ, ഇതെൻ്റെ നിമിഷമാണെന്നുറപ്പിച്ച്, യെസ്, എൻ്റെ ദൈവമേ, പറഞ്ഞു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഇതെൻ്റെ നിമിഷമാണ്. ഇതെൻ്റെ നിമിഷമാണ്. ദൈവം എന്നെ തൊടുന്ന നിമിഷം, ദൈവം എന്നെ തൊടുന്ന നിമിഷം, എൻ്റെ ജീവിതം മാറുന്ന നിമിഷം, എൻ്റെ ജീവിതം മാറുന്ന നിമിഷം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങന്റെ രക്ഷിതാവാണെന്ന് അങ്ങന്റെ രക്ഷിതാവാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഞാൻ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. ഞാൻ വായ കൊണ്ട് ഏറ്റുപറയുന്നു. ഈശോയേ, ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ, ഇപ്പോൾ ഇറങ്ങി വരണമേ, ഇപ്പോൾ ഇറങ്ങി വരണമേ. ഇപ്പോൾ ഇറങ്ങി വരണമേ. അങ്ങയുടെ മകനാണ് ഞാൻ, അങ്ങയുടെ മകനാണ് ഞാൻ, അങ്ങയുടെ മകളാണ് ഞാൻ. അങ്ങയുടെ മകളാണ് ഞാൻ. എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. പൊന്നീശോയേ, പൊന്നീശോയെ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ചങ്ങലകൾ അഴിയുന്ന സമയമാണ്. അപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൈ നീട്ടുകേ. നമ്മളെല്ലാവരും ഇവരുടെ നേരെ കൈ നീട്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഒരാളുടെ അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിച്ചോണം. ശക്തി വന്നടിച്ച് ചിലപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. മറിഞ്ഞു വീഴുന്നവര്, അവരുടെ പുറകിലുള്ളവരവരെ ശ്രദ്ധിച്ചോണം. ശക്തി വന്നടിക്കാൻ പോവാ നിങ്ങളുടെ മേൽ. ഈശോയുടെ ശക്തി വന്നടിക്കാൻ പോകും. പരിശുദ്ധാത്മാവ് ഞങ്ങളെ തൊടുക. Power, 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 power ലഭിക്കുക. അവന് പവർ ലഭിക്കുക. പവർ ലഭിക്കുക. പവർ, 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 പരിശുദ്ധാത്മാവ് ശക്തി അയക്കുക. പരിശുദ്ധാത്മാവ് ശക്തി അയക്കുക. പരിശുദ്ധാത്മാവ് ശക്തി അയക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോ ഈ മക്കൾക്ക് വേണ്ടി. പരിശുദ്ധാത്മാവ് ശക്തി അയക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, വിളിച്ചോ. പരിശുദ്ധാത്മാവേ, വന്നിട്ടുണ്ട്. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നിൽക്കുന്നവരിൽ
അനീഷ് എന്നും അജിത്ത് എന്നും പേരുള്ള, അനീഷ് എന്നും അജിത്ത് എന്നും പേരുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ. അനീഷ് എന്നാണോ പേര് മോനെ? അനീഷ് എന്നാണോ പേര്? ഒന്ന് നന്നായിട്ട് ഹൃദയം തുറക്കുകൂട്ട. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നോണ്ടിരിക്കുക. നീ കടന്നു പോകുന്ന അവസ്ഥകൾ എനിക്ക് വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് ആ പേര് വിളിക്കാൻ ഈശോ ആവശ്യപ്പെട്ടത്. നിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. നീ സ്വതന്ത്രനാകുന്നു. നീ എത്ര തീരുമാനിച്ചിട്ടും നിന്നെ വിടുന്നില്ലല്ലേ പിശാച്? അല്ലേ? എത്ര തീരുമാനിച്ചു. നന്നായിട്ട് പ്രാർത്ഥിച്ചോ മകന് വേണ്ടി. ഈ ചെറുപ്പക്കാരൻ ഇന്ന് രക്ഷപ്പെടുകയാണ്. 3 പ്രാവശ്യം ദൈവവിളി തിരിച്ചറിഞ്ഞവനാവൻ. പക്ഷേ ദൈവം വിളിച്ച വിളി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവ് കെട്ടഴിക്കുക, കർത്താവ് കെട്ടഴിക്കുക, കർത്താവ് കെട്ടഴിക്കുക. എഴുന്നേപ്പിച്ച് ചോദിക്കട്ടെ. 3 പ്രാവശ്യം ദൈവം വിളിക്കുന്നത് നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ വ്യക്തിപരമായിട്ട്? പക്ഷെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അല്ലേ? ചങ്ങലകൾ അഴിയുന്ന കൂട്ടാ. നീ രക്ഷപ്പെടുക, നീ രക്ഷപ്പെടുക. ഒട്ടും വൈകരുത്. അച്ഛനടുത്തോട്ട് ഓടിച്ചല്ല. നിന്റെ പേരെന്താ? അജിത്ത്. അജിത്തെ, ഹൃദയം ഈശോയ്ക്ക് തുറക്കുമോനെ. കർത്താവായ യേശു നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം ചങ്ങലകൾ അഴിയുന്നു. ചങ്ങലകൾ അഴിയുന്നു. നിങ്ങൾ ആരാണ് കഴിഞ്ഞ മാസം ഭാര്യയുമായി വലിയ വഴക്കുണ്ടായി, അവസാനം അത് കേസിൽ അവസാനിച്ച് ആ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായി? വാ, ഓടി വാ മോനെ. എന്തിനാ ഞാനിത് പറയുന്നതെന്നറിയോ? ഇയാളുടെ മുൻകോപം എന്ന ബലഹീനതയില്ലേ, അതിനകത്തേക്ക് ഇന്ന് മഹാപുരോഹിതനായി ഈശോയുടെ സഹായം വരുക. ശ്രേഷ്ഠ പുരോഹിതൻ ഈശോ വരിക. ഞാൻ പറയുമ്പോണ്ടല്ലോ, ഞാൻ കോപപരവശനായി കോപത്തിനടിമപ്പെട്ട് അടക്കാനാവാത്ത കോപത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈശോ എന്നെ തൊട്ടപ്പോഴാണ് എൻ്റെ ഹൃദയം അലിയാൻ തുടങ്ങിയത്. ഇന്ന് ഇയാൾക്ക് ഈ സ്പർശനം കിട്ടുക. നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള പശ്ചാത്താപവും ഒന്നും അല്ലെന്ന് വേണ്ടിയത്. കണ്ണടച്ച് കർത്താവിലുള്ള വിശ്വാസമാണ്. റെസ്റ്റോർ ചെയ്യുക അതിൻ്റെ ജീവിതത്തെ. കർത്താവ് ഏറ്റെടുക്കുക അതിൻ്റെ ജീവിതത്തെ. പൊട്ടിത്തകർന്ന ഒരു പാത്രത്തെ തൻ്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയൊരു പാത്രത്തെ കുശവൻ പണിതെടുക്കുന്നത് പോലെ നിന്റെ ജീവിതം. ഈ മകന്റെ ജീവിതത്തെ ഈശോ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നിവിടെ ഈ മനുഷ്യനെ അഭിഷേകം സ്വീകരിക്കുമ്പോൾ ഒരാത്മാവിനെ മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുകയാണ്. മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. കൈയടിച്ചൊന്ന് സ്തുതിച്ചോ. ഒരാത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഇതൊരു ഭയങ്കര ഇതൊരു ഭയങ്കര സാക്ഷ്യമായി മാറും. സഹോദരനെ പോലെ സ്നേഹിച്ചവനെ അവസാനം മറുകണ്ഠം ചാടി പാര വെച്ചല്ലേ? ശരിയാ, തീർന്നു. ഇനി ഒരു പ്രതീക്ഷയില്ലാതാ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈശോ പറയുകയാണ്, നിന്റെ ബലഹീനതയിൽ
നിന്നെ സഹായിക്കുന്ന ഒരു ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ നിന്റെ കാര്യം ഏറ്റെടുത്തു. എന്ത്, എങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട. അവൻ നിന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ നിന്നെ വഹിച്ചിട്ടുണ്ട്. കര കയറ്റിയിട്ടല്ലാതെ നിന്നെ വിടത്തില്ല. ഓടിച്ചാൽ അച്ഛൻ്റെ അടുത്തോട്ട് പോയി പൗരോഹിത്യ ആശീർവാദം മേടിച്ചു. ആരാണ് മറ്റൊരു വ്യക്തി ഇതേപോലെ തന്നെ ഇതല്ല ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഇതല്ല, നിക്കക്കള്ളിയില്ലാതെ നാട്ടിൽ നിന്ന് ഓടി വന്നതാ അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. എങ്ങനെയൊക്കെ അവർക്ക് നിന്നെ പൂട്ടാമോ അങ്ങനെയൊക്കെ അവർ പൂട്ടിയിട്ടിരിക്കുക. അതെ. ഹൃദയം തുറന്നു കൂട്ടാ, ഹൃദയം തുറന്നു. നിനക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പേരെന്റെ നാവിൽ വരുന്നു, കൃഷ്ണ. ആരാ കൃഷ്ണ? ആരാ? എൻ്റെ പേര് ഇയാളുടെ പേര് കൃഷ്ണ. കൃഷ്ണ, ഈശോ നിന്നെ തൊടുകയാ. നിന്റെ ചരിത്രം മാറുക. കൈ നീട്ടിപ്പിടിച്ചോ എല്ലാരും. മകന്റെ നേരെ കൈ നീട്ടിപ്പിടിച്ചോ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. കെട്ടുപൊട്ടുക. ശക്തമായിട്ട് പറയാം. ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാരും പ്രാർത്ഥിക്കുക. മകന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകരുടെ പ്രാർത്ഥന ഇന്ന് ആവശ്യമുണ്ട്. പ്രാർത്ഥിച്ചു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വല്ലായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചു. ഈ കൃഷ്ണയെ വിടുവിക്കുന്ന ഒരു പ്രാർത്ഥന ഇന്നിവിടെ ഉയരുകയാണ്. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഉയർത്തിക്കോ. അച്ഛൻ്റെ അടുത്ത് വിജയം നേടാൻ ധീരതയേകണമേ. നോക്ക്, ഒരു വശത്തുനിന്ന് കുരുക്കുകൾ അഴിച്ചഴിച്ച് ഒന്ന് കൈയടിച്ചൊന്ന് ഉറപ്പിച്ച്. ഒരു വശത്തുനിന്ന് കുരുക്കുകൾ അഴിച്ചഴിച്ച് നിന്നെ ഓടിച്ചല്ലോ മോനെ. അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചല്ലോ. നിങ്ങൾ ആർക്കാണ് ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായ ശേഷം, ഈ മുന്നിൽ നിൽക്കുന്നവരിൽ ആർക്കാണ് ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായ ശേഷം ഒരു വശത്തിന് ബലഹീനമായിരിക്കുന്നു? ഒന്ന് കൈ ഉയർത്താമോ? ഒരു സ്കൂട്ടറിൽ നിന്ന് വീണതിന് ശേഷം എവിടെ ആ വ്യക്തി ഇരിക്കുന്നു? ഒന്ന് കൈ ഉയർത്തിക്കേ. സ്കൂട്ടറിൽ നിന്ന് വീണതിന് ശേഷം വലത്തെ വശം തളർന്ന, എൻ്റെ ബ്രദറെ, എൻ്റെ വലത്താണ് എനിക്ക് പ്രശ്നം, അടി കിട്ടിയത്. അങ്ങനെ വലത്തെ വശത്തിന് അടി കിട്ടി. മുന്നോട്ട് കൊണ്ടുപോരെ. ആ, പെട്ടെന്ന് കൊണ്ടുപോരെ. ഇതന്നെ വിളിച്ചോ, പെട്ടെന്ന് വിളിച്ചോ. അതിൻ്റെ പറയില്ല, കൈ ഉയർത്തി നിൽക്കുന്നു. ഇങ്ങോട്ട് വിളിച്ചോ, ഓടിപ്പാ. വലത്തെ സൈഡ്, വലത്തെ വശം ഏതാ? ഇതാ റൈറ്റ് സൈഡാണ്. അതെ. വലത്തെ സൈഡാണ്. ഹൃദയം തുറക്കൂട്ടാ, ഹൃദയം തുറക്ക. അവൻ നിന്നെ തൊടാൻ വന്നിരിക്കുക. നാം ശ്രേഷ്ഠ പുരോഹിതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ശ്രേഷ്ഠ പുരോഹിതൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ തൊടാൻ. ആ ടീഷർട്ട് ഇട്ട് ആ സൗനെ വിളിച്ച് മുന്നോട്ട് വരൂ. ഹൃദയം തുറക്ക.
പരിശുദ്ധാത്മാവാണ് ജീവിതത്തെ മാറ്റുന്നത്. കരയില്ല കരയില്ല, ഇങ്ങോട്ട് നോക്ക്. എവിടെയാണ് വ്യത്യാസം വരുന്നതെന്ന് ഞാൻ പറയാം. ബലഹീനതകളില്ലാത്തവരില്ല. പക്ഷേ ബലഹീനതയിലേക്ക് ഈശോയെ ക്ഷണിച്ചോ എന്നുള്ളതിലാണ് കാര്യം നടക്കുന്നത്. എല്ലാ വീട്ടിലും വീഞ്ഞ് തീരാറുണ്ട്. പക്ഷേ വീഞ്ഞ് തീർന്ന വീട്ടിൽ ഈശോ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കർത്താവ് നിന്നെ തൊടുകയാണ്. ഒരു നീരാളി ഹസ്തം, ഒരു നീരാളി പിടിതം അഴിയുകയാണ്. ഈ മകന് വേണ്ടി എല്ലാവരും ഒന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചേ. ഒരു നീരാളി ഹസ്തം അഴിയുകയാണ്. ഓ, ചങ്ങലകൾ പൊട്ടട്ടെ. ഈശോയുടെ ശക്തിയാണ്. നന്നായിട്ട് ഇയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇങ്ങോട്ട് വന്നേ. ഡിവൈനിൽ നല്ല ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയാലും വചനം കേൾക്കാൻ സമ്മതിക്കുകയല്ലേ? ഉറക്കം വരും അല്ലേ? അതെ അതെ. ആ, ഒരു ക്ലാസ് പോലും മുഴുവൻ കേൾക്കാൻ സമ്മതിക്കുകയല്ല. ഇല്ല. പിടിച്ചു വലിച്ച പോലെ ഉറങ്ങിപ്പോവാ അല്ലേ? അതെ. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ഒരൊറ്റ ക്ലാസ് പോലും ഓർമ്മയിലില്ലല്ലോ അല്ലേ? ആ, ഉറങ്ങിപ്പോവാ. ഉറങ്ങിപ്പോവും. മാക്സിമം ഒരു 7 മിനിറ്റ് ഒരു പ്രസംഗം തുടങ്ങുമ്പം ശ്രദ്ധിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിദ്രാവിവശനായി ഉറങ്ങിപ്പോവാ അല്ലേ? അതെ. എന്നാന്നറിയോ, നീ ഒരു നല്ല നിലവാണ്. ഇതിൽ വിത്ത് വീണാൽ 100 മേനിയാകും. ഇവനൊരു നല്ല നിലവാണ്. ഇതിലെങ്ങാനും വിത്ത് വീണാൽ 100 മേനിയാകും. അപ്പൊ വിത്ത് വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അസ്വസ്ഥത നിറയ്ക്കണം. ഇവനെ ഉറക്കണം. ഇവനെ ഉറക്കിയ വിത്തും വീഴില്ല, ഒന്നും വീഴില്ല. ഇന്നും ശുശ്രൂഷ തുടങ്ങിയപ്പോൾ മുതൽ ഉറക്കമല്ലായിരുന്നു. അതെ. ഇപ്പൊ സൗഖ്യത്തിന്റെ സമയമായപ്പോഴല്ലേ എഴുന്നേറ്റേ? അതെ. ഞാൻ വേറെ രീതി പറയല്ല സുഹൃത്തെ, ഞാൻ ഈ അവസ്ഥയിലായിരുന്നു കൊണ്ട് പറയുക. ഞാൻ ഈ ബന്ധനത്തിലായിരുന്നു. എനിക്ക് വചനം കേൾക്കാൻ പറ്റില്ല. വചനം കേൾക്കുമ്പോഴത്തേക്കും ഉറക്കം വരും. ഒരു രക്ഷയില്ല. വചനം കേൾക്കാം, ഡിസ്റ്റർബ്ഡ് ആകും. എന്ന് കർത്താവ് ആ കെട്ടഴിച്ചോ അന്ന് മുതൽ വചനം എൻ്റെ മുമ്പിൽ തുറക്കാൻ തുടങ്ങി. ഓ, ആ താടിക്കാരനെ ആരിലും ഒന്ന് പിടിച്ചേ. അവിടെ ആ താടിക്കാരനെ ആരിലും ഒന്ന് പിടിച്ചേ. ആ താടിക്കാരനെ ആരിലും ഒന്ന് പുറകെ പിടിച്ചേ. പിടിച്ചോണം പിടിച്ചോണം പിടിച്ചോണം. ഈശോയുടെ ശക്തി ഇറങ്ങുന്നുണ്ട് അയാളുടെ മേൽ. ഈശോയുടെ ശക്തി ഇറങ്ങുന്നുണ്ട് അയാളുടെ മേൽ. കണ്ടോ കണ്ടോ കണ്ടോ, കെട്ടഴിയുന്നു കെട്ടഴിയുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. അടുത്തുള്ളവരൊന്ന് പ്രാർത്ഥിച്ചേ. ആ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ചങ്ങലകൾ അഴിയുകയാണ്. സിഫിനെ പിടിച്ചോ. ഓ, ഞാൻ പറഞ്ഞില്ലേ കെട്ടഴിയുകയാ കെട്ടഴിയുകയാ. ചങ്ങലകൾ പൊട്ടുകയാ. നോക്ക് 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 നോക്ക്. ആ സ്ലീപ്പിങ്ങിന്റെ ഓ, ഇതൊരു ദുരാത്മാവ്. അത് അഴിയുന്നു എന്ന് കണ്ടേ. ഇതൊരു ദുരാത്മാവ്. അത് അഴിയുന്നു എന്ന് കണ്ടേ. ഈശോ ഈശോ ഈശോ, എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ. അഴിയുക 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 അഴിയട്ടെ. അഴിയട്ടെ.
പ്രാർത്ഥിച്ചേ. ഇതൊരു നല്ല നിലമാണ്. അതുകൊണ്ടാ വിത്ത് വീഴാൻ സമ്മതിക്കാത്ത. ഇതൊരു നല്ല നിലമാണ്. അതുകൊണ്ടാ വിത്ത് വീഴാൻ സമ്മതിക്കാത്ത. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഈശോയെന്ന് വിളിച്ച് എഴുന്നേറ്റ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആ മകൻ ഒട്ടും വൈകാതെ അച്ഛനെടുത്തോട്ട് വിട്ടേ. ചെവന് വചനം കേൾക്കാൻ സമ്മതിക്കുന്നില്ല, ഉറക്കവാ, നിദ്രാവിവശനായി. നല്ല ഒരു ചെറുപ്പക്കാരനാണ്. അവനെ അതുപോലെ കെട്ടിയിട്ടിരിക്കുക. ഇന്ന് പൗരോഹിത്യ ആശീർവാദത്തിന്റെ കൈവപ്പിനാൽ ആ കെട്ടഴിയുകയാ. കൈയടിച്ചൊന്ന് സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ. ഈശോ അങ്ങോട്ട് വരാം. ഈശോ അങ്ങോട്ട് വരാം. അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. രണ്ട് കൈ ഉയർത്തി പിടിച്ചേ. ഇങ്ങനെ പറഞ്ഞേ, എനിക്കൊരു എനിക്കൊരു പ്രധാന ശ്രേഷ്ഠ പുരോഹിതനുണ്ട്. എന്റെ ബലഹീനതയിൽ സഹതപിക്കാൻ കഴിയുന്ന സഹായിക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ പുരോഹിതൻ. ഹല്ലേലൂയ. എന്റെ ഏത് ബലഹീനതയിലും എന്നെ സഹായിക്കാൻ ഇട്ടേച്ചു പോകാത്ത ഭാര്യ നിന്റെ ബലഹീനത കണ്ട് ഇട്ടേച്ചു പോയേക്കാം. ഭർത്താവ് നിന്റെ ബലഹീനത കണ്ട് ഇട്ടേച്ചു പോയേക്കാം. മക്കള് നിന്നെ തള്ളി പറഞ്ഞേക്കാം. കർത്താവ് ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിന്നെ കൈവിടത്തില്ല. അവരാരും നിനക്ക് വേണ്ടി മരിച്ചിട്ടുമില്ല, മരിക്കത്തുമില്ല. എന്നാൽ എന്റെ കർത്താവ്, അവൻ നിന്റെ ബലഹീനതയ്ക്ക് വേണ്ടി മരിച്ചവനാണ്. അവൻ നിന്നെ ഉപേക്ഷിക്കില്ല. അവൻ നിന്നെ കൈവിടത്തില്ല. നന്നായിട്ട് എന്നോട് ചേർന്ന് ഈ വചനം പറഞ്ഞ് കർത്താവായ യേശുവേ, ഇതാ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ബലഹീനതയിൽ എന്നെ അറിയുന്ന, എന്നെ സഹായിക്കുന്ന എന്റെ മഹാപുരോഹിതൻ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നോ രണ്ട് കൈ ഉയർത്തി പിടിച്ച് കർത്താവായ യേശുവേ, ലോകം മുഴുവൻ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വ്യാഴാഴ്ചകളിൽ നടക്കുന്ന ശുശ്രൂഷകൾ മുടങ്ങാതെ ഓൺലൈനിലൂടെ അറ്റൻഡ് ചെയ്യുന്ന മക്കളുണ്ട്, അവരെയും സമർപ്പിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ സമയമാണല്ലോ, ഇത് കൃപയുടെ സമയമാണല്ലോ, ഇത് അത്ഭുതത്തിന്റെ സമയമാണല്ലോ. ശ്രേഷ്ഠ പ്രധാന പുരോഹിതനായ ഈശോയേ, അങ്ങിപ്പോൾ ഓരോ കൈയും പിടിക്കണമേ. കരകയറ്റുന്ന കൃപ വ്യാപിക്കട്ടെ. രക്ഷിച്ചെടുക്കുന്ന കൃപ വ്യാപരിക്കട്ടെ. കരകയറ്റുന്ന കൃപ വ്യാപരിക്കട്ടെ. Manastalo Mahosia, in the mighty name of Jesus. In the mighty name of Jesus. അതിഭയങ്കരമായ വിടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. മക്കൾക്ക് വേണ്ടി, പെൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, ഇതാ മഹാപുരോഹിതൻ നിങ്ങളുടെ മക്കളെ സഹായിക്കാനായിട്ട് ഇറങ്ങുന്നു. കുടുംബങ്ങളിലേക്ക് ശക്തമായി വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ.
ഇതൊരു അത്ഭുതത്തിന്റെ നിമിഷമായി നിന്റെ മക്കളുടെ ജീവിതത്തിൽ മാറ്റപ്പെടും. കൃപയുടെ ചലനമുണ്ടാകട്ടെ. സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. ആ വ്യാഴാഴ്ച അവിടെ വെച്ച് ഈശോ എന്റെ ജീവിതം മാറ്റിമറിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.